ജയരാജനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന് സൂചന. പി ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന മനു തോമസിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് നൽകിയിരുന്നത്. അതേസമയം പി ജയരാജന് പിന്തുണ അറിയിച്ചുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. പി ജയരാജന് കുറിച്ച് ഇത്തരത്തിലൊരു കത്ത് ലഭ്യമായതാണ് കാരണമെന്നാണല്ലോ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ഫെലിക്സ്? മൊത്തം കണ്ണൂരിലെ CPM അണികളിൽ ഏറ്റവും ജനസ്വീകാര്യതയുള്ള സ്വാധീനമുള്ള നേതാവ് പി ജയരാജൻ തന്നെയാണ്. അങ്ങനെയുള്ള പി ജയരാജൻ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നത് താഴെത്തട്ടിലെ അണികൾക്കിടയിൽ അതൊരു വലിയ വികാരമായി മാറുന്നുണ്ട്. കഴിഞ്ഞ തവണയും ജയരാജൻ ഈ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന സമയത്ത് പരസ്യമായ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതുമാണ്. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെ ഇത് സംബന്ധിച്ച്, അതായത് പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിപ്പെടില്ല എന്ന ചില സൂചനകൾ മുഖ്യമന്ത്രി തന്നെ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു തോമസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മനു തോമസ്. മനു തോമസ് പാർട്ടി വിട്ടു പോകുന്ന സമയത്ത് പി ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ജയരാജന് ബന്ധമുണ്ട് എന്നതായിരുന്നു ആരോപണം. അതിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തെ പി ജയരാജൻ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ച് അത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കി എന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. അത് ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വരികയും പി ജയരാജനെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കത്തും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി പി ജയരാജനെതിരെ ഇങ്ങനെയൊരു കത്ത് സംസ്ഥാന നേതൃത്വം ലഭിച്ചിട്ടുണ്ട് എന്നും അത് പാർട്ടി ഗൗരവമായി കാണുന്നുണ്ട് എന്നും വ്യക്തമാക്കിയത്. അപ്പോൾ തന്നെ പി ജയരാജൻ ഇനി സംസ്ഥാന സെക്രട്ടറിക്ക് വരില്ല എന്ന് ഉറപ്പായിരുന്നു. പി ജയരാജൻ ഇപ്പോൾ 72 വയസ്സാണ് പ്രായം. 3 വർഷം കഴിഞ്ഞ് അടുത്ത സമ്മേളനം നടക്കുമ്പോൾ 75 വയസ്സിലേക്ക് കടക്കും. അപ്പോൾ പി ജയരാജൻ ഒരുപക്ഷെ ഇനി CPMന്റെ ഏറ്റവും മുതിർന്ന ഘടകത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ ഒരുപക്ഷെ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ജയരാജനേക്കാൾ ജൂനിയറായി MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ M സ്വരാജും മുഹമ്മദ് റിയാസ് അടക്കമുള്ള താരതമ്യേന ചെറുപ്പക്കാരായ ആളുകൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുമ്പോൾ പി ജയരാജനെ പോലെ ഒരു മുതിർന്നയാളെ തഴയുന്നു എന്നതാണ് അണികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. അതവർ പ്രകടിപ്പിച്ചു തുടങ്ങി. പക്ഷേ കഴിഞ്ഞ കാലയളവിൽ പ്രകടിപ്പിച്ച അത്രയും വലിയ രീതിയിൽ പി ജയരാജന് പിന്തുണ സമൂഹ മാധ്യമങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ കൂടി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ അതിൽ പി ജയരാജനില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം സോഷ്യൽ മീഡിയയിൽ ഏതായാലും പി ജയരാജനെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും പി ജയരാജന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ കാലം ഇനി എന്തായിരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.